നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഭാരത് ന്യായ് യാത്ര അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ്. സമാനതകളില്ലാതെ ഭാരത് ന്യായ് യാത്ര അസാമിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വലിയ തോതിൽ എതിർക്കാൻ BJP നേതാക്കൾ പദ്ധതിയിട്ടിരിക്കുകയാണ്. BJPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയെ പലകുറി അദ്ദേഹത്തിനെ തടയാനും അദ്ദേഹത്തിൻ്റെ റാലിയെ എങ്ങനെയും അതിനെ പിടിച്ചു കെട്ടാനും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. സോനിപൂർ ജില്ലയിൽ വെച്ച് നരേന്ദ്രമോദിയുടെ അനുകൂലികൾ അല്ലെങ്കിൽ BJPയുടെ ഹാർഡ് കോർ ആരാധകർ അവർ രാഹുൽ ഗാന്ധിയെ തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അവർ ഉറക്കെ മോദി മോദി എന്ന് വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് കിസ് കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ നല്ല രീതിയിലുള്ള ക്ഷമാശേഷി അവിടെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്: രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ കഴിയില്ല എന്നുള്ളത്. 6200-ലധികം കിലോമീറ്റർ മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന രണ്ടാം കാൽനട പ്രചരണ യാത്രയാണ് ഭാരത് ന്യായ് യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. അസാമിലെ 14 ജില്ലകളിലോളം പര്യടനം നടത്തുന്ന ഈ യാത്ര ജനുവരി 25-ന് ശേഷമേ അസാം വിട്ടു പോവുകയുള്ളൂ. അരുണാചൽ പ്രദേശിലും അസാമിലുമൊക്കെ തടിച്ചുകൂടുന്ന പ്രവർത്തകരെ കണ്ട് BJP ശരിക്കും അന്താളിച്ചു നിൽക്കുകയാണ്. ഭരണം നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വല്ലാതെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ അസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ ട്രബിൾ ഷൂട്ടർ എന്നാണ് BJPക്കാർ വിശേഷിപ്പിക്കുന്നത്. ഏത് സംസ്ഥാനത്തെയും ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ BJPക്ക് അനുകൂലമാക്കിയെടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ റിസോർട്ട് മോഡൽ രീതി അവലംബിക്കുന്ന ആവിഷ്കരിക്കുന്ന ഒരു നേതാവാണ് ഈ വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു നാമധേയം കൊടുത്താണ് പലരും അദ്ദേഹത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതും വിളിക്കുന്നതും. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയെന്ന് നിരവധിയായ വേദികളിൽ പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി. തന്നെ ഏത് രീതിയിലും താറടിക്കാൻ ശ്രമിക്കുന്ന BJPക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക: ഈ രാജ്യത്ത് ഏറെ നാൾ നിങ്ങളുടെ ഫാസിസ്റ്റ് ഭരണം നടക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തെയും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെയും ഒക്കെ തടഞ്ഞുകൊണ്ട് അസാം സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കിൽ അതിനെ ലംഘിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കാൽനടയായി പ്രചരണം നടത്തിയത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാൽനടയായി പ്രചരണം നടത്തുന്നതിനോടൊപ്പം ഇടയ്ക്കിടെ വിശ്രമ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെയാണ് രണ്ടാം ഭാരത് ന്യായ് യാത്രയിൽ ഉള്ളത്. എന്നാൽ എവിടെയൊക്കെ വെച്ച് തടയുന്നോ അവിടെയൊക്കെ ഇറങ്ങി നടക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ രാജ്യം ഒട്ടാകെ ആ മനുഷ്യരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. നിലവിൽ AICC രാജ്യവ്യാപകമായ പ്രതിഷേധം ഈ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെടുത്തി നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതുപോലുള്ള കിരാത ഭരണങ്ങൾക്കെതിരെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സമരം, ഒരു വർഗ സമരം തന്നെ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. AICCയുടെ ശക്തമായിട്ടുള്ള ധീരോദാത്തമായ തീരുമാനമായി ഇതിനെ എല്ലാവരും കണക്കാക്കി കഴിഞ്ഞിരിക്കുന്നു.